എല്ലാവരും പറഞ്ഞ് ഒരേ കാര്യങ്ങളായിരിക്കില്ല ഞാൻ പറയാൻ പോകുന്നത്. ഇത് എന്താണ് ഞാൻ അനുഭവിച്ചത്, അല്ലെങ്കിൽ ഞാൻ പള്ളി കമ്പിയിടാൻ തുടങ്ങിയിട്ട് 4 വർഷം. പക്ഷെ അന്ന് എനിക്ക് മനസ്സിലാവാത്ത കുറെ കാര്യങ്ങൾ, കുറെ കൺഫ്യൂഷൻസ്, കുറെ ഡൗട്ടും അതൊക്കെ എനിക്ക് ക്ലിയർ ആവുന്നത് ഇപ്പോഴാണ്. അതൊക്കെ മനസ്സിലാവുന്നതും ഇപ്പോഴാണ്. പക്ഷെ സമയം കഴിഞ്ഞു, ഞാൻ ഇതെല്ലാം അനുഭവിച്ചും കഴിഞ്ഞു. എന്നിട്ടാണ് എനിക്ക് ഇതിന്റെ ഒരു റിയാലിറ്റീസ് ആയിട്ട് മനസ്സിലായത്. ഞാൻ പള്ളിയിൽ കമ്പിയിടാൻ പോകുന്ന സമയത്ത്, അതിന്റെ ഒരു പ്ലാനിങ് നടക്കുന്ന സമയത്ത്, എന്റെ പള്ളിയിൽ കമ്പിയിട്ട കുറച്ച് ഫ്രണ്ട്സ് ഇല്ലേ, അവരുടെ അടുത്ത് നമ്മൾ ചോദിക്കുന്ന കുറെ കാര്യങ്ങളാണ്. നിങ്ങൾ ഏത് ബ്രഷ് വെച്ചാൽ പല്ലിക്കുക? നോർമൽ ബ്രഷ് ആണോ? അത് കാണാനൊക്കെ നോർമൽ ആയിട്ടാണ് ഇരിക്കുക. അത് പല്ലിൽ കമ്പി ഇടുമ്പോൾ, കമ്പി ഇട്ടിട്ട് തേക്കുമ്പോൾ അത് നോർമൽ ആയിട്ടാണ് ഫീൽ ചെയ്യണേ. ഇതിന്റെ ഒരു സൈഡ് വന്നിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഡോക്ടർ തന്ന ബ്രഷാണ്. ഇതൊരു നോർമൽ ബ്രഷ് പോലെയാണ്. പക്ഷെ ഞാൻ ഇത് മാറ്റി ഉപയോഗിക്കാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. നോർമൽ എല്ലാവരും ഉപയോഗിക്കുന്ന ബ്രഷ് യൂസ് ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് അത് വെച്ച് തേക്കുമ്പോൾ നല്ല രീതിയിൽ ബ്ലഡ് വരുന്നുണ്ട്. ഈ ഒരു ഡൗട്ട് വന്നിട്ട്, ഇടി ഗ്യാപ്പ് കടയൂ, ഈ പല്ലൊക്കെ എടുത്തിട്ട് ഈ ഗ്യാപ്പ് കടയൂ? യെസ്, അത് നമുക്ക് നല്ല രീതിയിൽ അടയും. ഈ അടയുമ്പോൾ നല്ല വേദനയാണ്. പല്ലിൽ വന്നിട്ട് അവിടെ ഒരു പല്ലുണ്ടായിരുന്ന ഒരു തെളിവ് പോലും ഇല്ലാതെ അത് ക്ലിയർ ആവും. ആ മോണയിൽ പക്ഷെ നിങ്ങൾക്ക് അറിയാൻ പറ്റും.